2026 ജൂൺ 11 വ്യാഴാഴ്ചയാണ്. അധികമാസത്തിലെ അല്ലെങ്കിൽ പുരുഷോത്തമ മാസത്തിലെ രണ്ടാമത്തെ ഏകാദശിയായ പരമ ഏകാദശി. എല്ലാ ഏകാദശികളുടെയും ഓരോ വ്രതകഥകൾ ഞങ്ങൾ പറയാറുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പരമ ഏകാദശിയുടെ വ്രതകഥയും കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. പണ്ട് ഒരു ബ്രാഹ്മണ കുടുംബം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സുമേധ്, ഭാര്യയുടെ പേര് പവിത്ര. അവർ സാമ്പത്തികമായി അങ്ങേയറ്റം ദരിദ്രരായിരുന്നു. പക്ഷേ ഭക്തി കൊണ്ടും അനുഷ്ഠാനങ്ങൾ കൊണ്ടും ആ മനസ്സിൻ്റെ വ്യാപ്തി കൊണ്ടും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ മനസ്സുകൊണ്ടും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങൾ കൊണ്ടുമൊക്കെ അവർ അതീവ ധനികരുമായിരുന്നു. അവർക്ക് പലപ്പോഴും അഷ്ടിക്ക് വകയില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന അവർ ആരെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാലൊക്കെ അവർക്ക് പറ്റുന്ന വിധത്തല്ല, അതിൽ കൂടുതൽ അവരെ സഹായിക്കും ഒക്കെ ചെയ്തിരുന്നു. അവസാനം അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം പറഞ്ഞു, നമുക്ക് ഈ നാട് വിട്ട് വേറൊരിടത്ത് പോയാലോ, ഇവിടെ കിടന്നിട്ട് എന്തായാലും ഒരു ഉയർച്ചയും ഉണ്ടാവുന്നില്ല. അപ്പം ഭാര്യ പറഞ്ഞു, അങ്ങനെ പോയിട്ട് കാര്യമൊന്നുമില്ല. കാരണം നമ്മളുടെ കർമ്മദോഷങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ വരുന്നതെങ്കിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. ഭഗവാൻ ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുമല്ലേ ഉള്ളൂ എന്ന്. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം കൗടിന്യ മഹർഷി ഇവരുടെ അടുത്ത് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞു. അവരുടെ ആ സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തെ പറ്റുന്നതിലധികം രീതിയിൽ സ്വീകരിച്ചു, സൽക്കരിച്ചു. അദ്ദേഹത്തിന് ഇവരുടെ കാര്യത്തിൽ വല്ലാത്ത വിഷമം തോന്നി. ഇവരുടെ ആ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അടുത്ത ദിവസമാണ് പുരുഷോത്തമ മാസത്തിലെ പരമ ഏകാദശി. ആ ഏകാദശി വ്രതം ഒന്ന് അനുഷ്ഠിക്കാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് അത് പഞ്ചരാത്ര വ്രതമായിട്ട് അനുഷ്ഠിക്കാൻ, അതായത് ഏകാദശി മുതൽ അമാവാസി വരെ അനുഷ്ഠിക്കാനാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശപ്രകാരം അദ്ദേഹം എല്ലാം പറഞ്ഞു കൊടുത്തു എങ്ങനെയൊക്കെയാണ് വേണ്ടതെന്ന്. അങ്ങനെയൊക്കെ തന്നെ അനുഷ്ഠിച്ചു. അതോടുകൂടി മഹാവിഷ്ണുവിന് ഇവരുടെ ഈ അനുഷ്ഠാനവും ഭക്തിയും എല്ലാം കൊണ്ട് വളരെ അദ്ദേഹം സംതൃപ്തനായി. ഇവരോട് വല്ലാത്ത അടുപ്പവും വാത്സല്യവും ഒക്കെ തോന്നി. അല്ലെങ്കിലും ഭഗവാൻ അങ്ങനെയല്ലേ, നമുക്ക് അദ്ദേഹത്തിനുള്ളതിനേക്കാളും കൂടുതൽ കരുതൽ അദ്ദേഹത്തിന് ഭക്തന്മാരോടുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെ എല്ലാം അനുഷ്ഠിച്ചു. ഇവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും കിട്ടി, അവസാനം മോക്ഷവും കിട്ടി.